നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള പാരാമീറ്റർ ഫേസ് ലോക്ക്ഡ് ലൂപ്പാണ് PLL. അപ്പോൾ ഓൾറെഡി വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്ററിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ശരിക്കും PLL എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫേസ് ലോക്ക്ഡ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഫേസ് ലോക്ക്ഡ് ലൂപ്പ് നമുക്ക് പറയാം ഡീറ്റെയിൽ ആയിട്ട്. സോ PLL ഈസ് വൺ ഓഫ് ദി ആപ്ലിക്കേഷൻ ഓഫ് VCO. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഡയഗ്രാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇങ്ങനെയാണ് ഒരു ഫേസ് ലോക്ക്ഡ് ലൂപ്പ് വരിക. ഇറ്റ് ഈസ് ഇനീഷ്യലി വി ഹാവ് എ ഫേസ് ഡിറ്റക്ടർ. We have a low pass filter with error amplifier. ഇവിടെ ഒരു എറർ ആംപ്ലിഫയറും കൂടി ഉണ്ട്. ആൻഡ് ഫൈനലി വി ഹാവ് എ VCO. ഈ VCO ഔട്ട്പുട്ട് നമ്മൾ തിരിച്ച് നമ്മൾ ഫേസ് ഡിറ്റക്ടറിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി ഒരു ഫേസ് ലോക്ക്ഡ് ലൂപ്പിൻ്റെ ബ്ലോക്ക് വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. PLL എന്ന് പറയുന്നത് VCOയുടെ ഒരു ആപ്ലിക്കേഷനായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് ആപ്ലിക്കേഷൻസിൽ നമ്മൾ PLL യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ FM ഡീമോഡുലേഷനും AM ഡീമോഡുലേഷനും ഒക്കെ നമ്മൾ PLL യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ തന്നെ PLL വെച്ചിട്ട് ഒരുപാട് സർക്യൂട്ട്സ് പഠിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ PLLൻ്റെ കോൺസെപ്റ്റ് പറയുന്നതിന് മുന്നായിട്ട് എന്താണ് ഫേസ് ഡിഫറൻസ് നോക്കാം. ഫേസ് ഡിഫറൻസ് അല്ലെങ്കിൽ PLL എങ്ങനെയാണ് രണ്ട് ഫേസസിനെ കമ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ബ്ലോക്ക് ഫേസ് ഡിറ്റക്ഷനാണ്, രണ്ടാമത്തെ ബ്ലോക്ക് എന്താണ് ലോ പാസ് ഫിൽറ്ററാണ്, മൂന്നാമത്തെ ബ്ലോക്ക് എന്താണ് VCO ആണ് അല്ലേ. അപ്പോൾ ഈ ഫേസ് ഡിറ്റക്ടറിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് ഫേസ് ഡിഫറൻസ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ രണ്ട് വേവ് ഫോം കാണാം. ഈ രണ്ട് വേവ് ഫോമിൻ്റെ ബേസിലാണ് ഞാൻ ഇതിൻ്റെ വർക്കിംഗ് പറയുന്നത്. സോ ഫസ്റ്റ് വേവ് ഫോം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇൻ ഫസ്റ്റ് ഫിഗർ 2 signals are of the same frequency but there is a constant phase difference between them അല്ലേ. ഈ സിഗ്നൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഫസ്റ്റ് വേവ് ഫോം. ഞാൻ ഈ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്, ഞാൻ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് എൻ്റെ സെക്കൻഡ് വേവ് ഫോം അല്ലേ. അപ്പോൾ എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? 2 signals have same frequency but there is a constant phase difference between them. രണ്ടിനും ഒരേ ഫ്രീക്വൻസിയാണ്, പക്ഷേ രണ്ടിൻ്റെയും ഫേസ് ഡിഫറൻസും അതുപോലെ എന്താണ് സെയിം ആണ്. ഒരേ ഒറിജിനൽ അല്ല സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ, പക്ഷേ രണ്ടിൻ്റെയും ഫ്രീക്വൻസിയും ഫേസ് ഡിഫറൻസും സെയിം ആണ്. ഓക്കെ, ഇപ്പോൾ ഫേസ് ഡിഫറൻസ് എത്രയാണെന്ന് നമുക്ക് ജസ്റ്റ് പറയാം. ഇനി രണ്ടാമത്തെ ഫിഗർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, സെക്കൻഡ് ഫിഗർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം. ഇൻ സെക്കൻഡ് ഫിഗർ 2 വേവ് ഫോം starts at same time but they are of different frequency. In this case phase between 2 wave is continuously changing with time. അപ്പോൾ രണ്ടാമത്തെ വേവിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരേ പോയിന്റിൽ നിന്നാണ്, പക്ഷേ ഇതിൻ്റെ ഫ്രീക്വൻസിയും ഡിഫറെൻ്റ് ആണ്, ഫേസും ഡിഫറെൻ്റ് ആണ്. ഓരോ മൊമെൻറ്റിലും എനിക്ക് കിട്ടുന്ന ഫേസ് ചേഞ്ച് ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് വേവ് ഫോമിൻ്റെ ബേസിൽ നമുക്ക് പറയാം ബേസിക്കലി. സോ ദ ഫേസ് ലോക്ക്ഡ് system synchronizes the output signal with the input signal in phase as well as frequency. അപ്പോൾ ഇതുപോലത്തെ രണ്ട് വേവ് ഫോം ആണെങ്കിൽ ഈ രണ്ട് വേവ് ഫോമിൻ്റെ ഫ്രീക്വൻസിയും അതുപോലെ ഫേസും നമുക്ക് ഫേസ് ലോക്ക്ഡ് ലൂപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സിങ്ക്രണൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്കതിൻ്റെ വർക്കിങ്ങിലേക്കും പോകാം. അതിൻ്റെ ആക്ച്വൽ ബ്ലോക്ക് ഡയഗ്രം, നമ്മൾ ഇതിൻ്റെ റഫ് ബ്ലോക്ക് ഡയഗ്രാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ആക്ച്വൽ ബ്ലോക്ക് ഡയഗ്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും ബ്ലോക്കുകൾ ഉണ്ടായിരിക്കും ഒരു PLL. അതിൽ ഫസ്റ്റ് ബ്ലോക്കാണ് ഫേസ് ഡിറ്റക്ടർ. ഒരുപാട് സർക്യൂട്ട് വെച്ചിട്ട് നമുക്ക് ഫേസ് ഡിറ്റക്ടർ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഫേസ് ഡിറ്റക്ടറിലേക്ക് രണ്ട് ഇൻപുട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് വോൾട്ടേജ്, ഒന്ന് നമ്മൾ VCOയിൽ നിന്ന് വരുന്ന ഒരു വാല്യൂ. ഈ രണ്ട് ഔട്ട്പുട്ടുകളാണ് നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്യുന്നത്? ഫേസ് ഡിറ്റക്ടറിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഫേസ് ഡിറ്റക്ടറിൽ നമുക്ക് വരുന്ന ഒരു ലോ പാസ് ഫിൽറ്ററാണ്, ഒരു LPF ആണ്. ലോ പാസ് ഫിൽറ്ററിന് കഴിഞ്ഞിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു എറർ ആംപ്ലിഫയർ ആണ്. ഈ എറർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? VCOയിലേക്കാണ്. VCOയിൽ നിന്ന് നമ്മൾ തിരിച്ച് എങ്ങോട്ടാണ് കണക്ട് ചെയ്യും? ഫേസ് ഡിറ്റക്ടറിലേക്ക് തന്നെ കണക്ട് ചെയ്യും. ഇങ്ങനെയാണ് ആക്ച്വലി ഒരു ഫേസ് ലോക്ക്ഡ് ലൂപ്പിൻ്റെ ജനറൽ ബ്ലോക്ക് ഡയഗ്രം വരുന്നത്. ഇതിൻ്റെ വർക്കിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ഫേസ് ഡിറ്റക്ടറിനെ കുറിച്ചാണ്. ഫേസ് ഡിറ്റക്ടർ നിങ്ങൾ നോക്കുക, നമ്മൾ ഓൾറെഡി പറഞ്ഞു രണ്ട് ഇൻപുട്ടിനാണ് കമ്പയർ ചെയ്യുന്നത്. സോ വിച്ച് കമ്പയർ ദി ഫ്രീക്വൻസി FS വിത്ത് ദി ഫ്രീക്വൻസി F0 ആൻഡ് ജനറേറ്റ് ദി ഔട്ട്പുട്ട് സിഗ്നൽ വിച്ച് ഈസ് ദി ഫങ്ഷൻ ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫേസസ് ഓഫ് 2 ഇൻപുട്ട് സിഗ്നൽ. അപ്പോൾ എന്ത് ചെയ്യും? ഫസ്റ്റ് കേസിൽ ഈ ഫേസ് ഡിറ്റക്ടർ എന്ന് പറയുന്നത് രണ്ട് ഫ്രീക്വൻസിയെ കമ്പയർ ചെയ്യും. ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് ഫ്രീക്വൻസി, ഒന്ന് നമ്മളെ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ വരുന്ന ഫ്രീക്വൻസി. ഈ രണ്ട് ഫ്രീക്വൻസിൻ്റെയും ഫേസ് ഡിഫറൻസ് അനുസരിച്ച് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ട് വേവ് ഫോമിനെ പോലെ തന്നെ അതൊരു ഫേസ് ഡിറ്റക്ടറിലേക്കാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിന് രണ്ടിനെയും കൂടി കമ്പയർ ചെയ്തിട്ട് ഒരു സ്പെസിഫിക് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. സോ ദ ഔട്ട്പുട്ട് സിഗ്നൽ
ഓഫ് ഫേസ് ഡിറ്റക്ടർ ഈസ് എ ഡി സി വോൾട്ടേജ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഡി സി വോൾട്ടേജ് ആണ്. നമുക്കിപ്പോൾ ആ വോൾട്ടേജിന് എങ്ങനെ വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഇ വിന്നോ എറർ വോൾട്ടേജിനോ അങ്ങനെ എന്ത് വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, എങ്ങനെയാണ് ഒരു ഫേസ് ലോക്ക്ഡ് ലൂപ്പിൽ ഫേസ് ഡിറ്റക്ടർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ബാക്കി 3 ബ്ലോക്കിനെ കുറിച്ചാണ്. സോ അതിൽ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, നമുക്കിപ്പോൾ ഒരു എറർ വോൾട്ടേജ് കിട്ടി. ദ ലോ പാസ് ഫിൽറ്റർ റിമൂവ് ദി ഹൈ ഫ്രീക്വൻസി നോയ്സ് ഫ്രം ഡി സി വോൾട്ടേജ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഡി സി വോൾട്ടേജിൽ മേ ബി നോയ്സസ് വരാം, ഹൈ ഫ്രീക്വൻസി നോയ്സസ് ഉണ്ടാവാം. ഈ ഹൈ ഫ്രീക്വൻസി നോയ്സസ് വരുന്നുണ്ടെങ്കിൽ ആ ഹൈ ഫ്രീക്വൻസി നോയ്സിനെ നമുക്കൊരു ലോ പാസ് ഫിൽറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് റേഞ്ച് ഓഫ് ഫ്രീക്വൻസി, സ്പെസിഫിക് റേഞ്ച് ഓഫ് വോൾട്ടേജസ് മാത്രമേ നമുക്കൊരു ലോ പാസ് ഫിൽറ്ററിലൂടെ കടന്നു പോകുള്ളൂ. അപ്പോൾ നമുക്കതിൽ കൂടെ എറർ, അതായത് നോയ്സ് വോൾട്ടേജിനെ റിമൂവ് ചെയ്യാൻ പറ്റും അല്ലേ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുക, ദ ഔട്ട്പുട്ട് ഓഫ് ലോ പാസ് ഫിൽറ്റർ വിത്തൗട്ട് ഹൈ ഫ്രീക്വൻസി നോയ്സ് ഈസ് ഓഫൺ റെഫേർഡ് ആസ് എറർ വോൾട്ടേജ് ഓഫ് കൺട്രോൾ വോൾട്ടേജ് ഓഫ് വി സി ഒ. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇപ്പോൾ ഈ ലോ പാസ് ഫിൽറ്ററിലൂടെ പാസ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് ആക്ച്വൽ എറർ വോൾട്ടേജ് ആണ്. ഈ എറർ വോൾട്ടേജിന് നമ്മുടേതായ രീതിയിൽ നമുക്ക് എറർ ആംപ്ലിഫയർ വഴി എന്ത് ചെയ്യാൻ പറ്റും, ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും. സോ വെൻ ദ കൺട്രോൾ വോൾട്ടേജ് ഈസ് 0, the VCO is in free running mode and the output frequency is called center frequency. അപ്പോൾ ഈ എറർ വോൾട്ടേജ് 0 ആവുന്നൊരു കണ്ടീഷനാണ്. എറർ വോൾട്ടേജ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് സെയിം ആണെന്നാണ് അർത്ഥം. എറർ വോൾട്ടേജ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കൺട്രോൾ വോൾട്ടേജ് 0 ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ത് പറയാം, ഫ്രീ റണ്ണിങ് മോഡ് എന്ന് പറയാം. അപ്പോൾ ഫ്രീ റണ്ണിങ് മോഡാണെങ്കിൽ എന്താ, ബേസിക്കലി ഇവിടെ ഒരു കമ്പാരിസണിൻ്റെ ആവശ്യം പോലും ഇല്ല. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എറർ വോൾട്ടേജ് 0 ആണ്, അല്ലെങ്കിൽ കൺട്രോൾ വോൾട്ടേജ് 0 ആണ്. ആൻഡ് ദ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഈസ് കോൾഡ് സെൻറ്റർ ഫ്രീക്വൻസി. ഈ ഒരു ഔട്ട്പുട്ട് ഫ്രീക്വൻസി നമ്മൾ പറയുന്ന പേരാണ് സെൻറ്റർ ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഇങ്ങനെയാണ് PLL ഇരിക്കുന്നത്. അപ്പോൾ രണ്ട് സ്പെസിഫിക് സിഗ്നലിനെ കമ്പയർ ചെയ്തിട്ട് അതിലെ ഹൈ ഫ്രീക്വൻസി നോയ്സിനെ കട്ട് ചെയ്തിട്ട് എറർ ആംപ്ലിഫയർ വഴി VCOയിലേക്ക് പാസ് ചെയ്യും അല്ലേ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് സ്പെസിഫിക് സിഗ്നൽസിനെ കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള PLLൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് രണ്ട് ഫേസ് ഡിറ്റക്ടർ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. ഏതൊക്കെ ടൈപ്പ് ഫേസ് ഡിറ്റക്ടർ പോസിബിൾ ആണ് എന്ന് നമുക്ക് നോക്കാം. അത് ഓരോന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയില്ല, ജസ്റ്റ് അതിൻ്റെ ഫിഗർ നിങ്ങളെ കാണിക്കാം. അപ്പോൾ രണ്ട് രീതിയിലുള്ള ഫേസ് ഡിറ്റക്ടേഴ്സ് പോസിബിൾ ആണ്. അതിലൊന്നാണ് അനലോഗ് ഫേസ് ഡിറ്റക്ടർ, ഒന്നാണ് ഡിജിറ്റൽ ഫേസ് ഡിറ്റക്ടർ. സോ അനലോഗ് ഫേസ് ഡിറ്റക്ടറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൽ രണ്ട് ബേസിക് ടൈപ്പ് പോസിബിൾ ആണ്. അതിലൊന്നാണ് സ്വിച്ച് ടൈപ്പ്, ഒന്നാണ് ബാലൻസ്ഡ് മോഡുലേറ്റർ ടൈപ്പ്. ഡിജിറ്റലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിലൊന്നാണ് XOR ഗേറ്റ്, ഒന്നാണ് RS ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ ഇത്രയും ടൈപ്പ് ഫേസ് ഡിറ്റക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അനലോഗുള്ള ഫസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക് സ്വിച്ച് ടൈപ്പ് ഫേസ് ഡിറ്റക്ടർ. ഇത് നിങ്ങൾ നോക്കുക, ഈ ഇലക്ട്രോണിക് സ്വിച്ച് ഫേസ് ഡിറ്റക്ടറിൻ്റെ ബേസിൽ നമുക്ക് അതിൻ്റെ വേവ് ഫോം നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു VCO ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന രണ്ട് ഇൻപുട്ട്, ഒരു ഇൻപുട്ട് സിഗ്നൽ VI എന്നുള്ള ഇൻപുട്ട് സിഗ്നലും ഒന്ന് VCOൻ്റെ ഔട്ട്പുട്ട് സിഗ്നലും നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. ഈ രണ്ട് സിഗ്നലും ഞാൻ കണക്ട് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് സ്വിച്ചിലേക്കാണ്, ഇലക്ട്രോണിക് സ്വിച്ചിലേക്ക്. അപ്പോൾ ഈ ഇലക്ട്രോണിക് സ്വിച്ചിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇലക്ട്രോണിക് സ്വിച്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ഈ ഔട്ട്പുട്ട് നമുക്ക് എറർ വോൾട്ടേജ് എന്ന് പറയാം. അപ്പോൾ എങ്ങനെയാണ് എറർ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ബേസിക്കലി നമ്മൾ കമ്പയർ ചെയ്ത രണ്ട് ഇൻപുട്ട് സിഗ്നലും നമ്മൾ 0 ഡിഗ്രിയുടെ ഫേസ് ഡിഫറൻസ് ആണ് വരുന്നതെങ്കിൽ നമുക്കിവിടെ കിട്ടുന്ന എറർ വോൾട്ടേജിന് നമുക്ക് എന്ത് പറയാം, പോസിറ്റീവ് എറർ വോൾട്ടേജ് എന്ന് പറയാം. വളരെ സിമ്പിളാണ്. 90 ഡിഗ്രിയാണ് ഡിഫറൻസ് ഉള്ളതെങ്കിൽ നമുക്കിവിടെ 0 എറർ വോൾട്ടേജ് എന്ന് പറയാം. 180 ഡിഗ്രി ഡിഫറൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നെഗറ്റീവ് എറർ വോൾട്ടേജ് എന്ന് പറയാം. അപ്പോൾ നിങ്ങളോട് ചോദിക്കാം, ബേസിക്കലി 0 ഡിഗ്രിയിലല്ല 0 എറർ വോൾട്ടേജ് വരിക, 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് വരുന്ന സമയത്താണ് 0 എറർ വോൾട്ടേജ് വരിക എന്ന് മനസ്സിലാക്കുക. 0 ഡിഗ്രി ആണെങ്കിൽ അത് പോസിറ്റീവ് എറർ വോൾട്ടേജും 180 ഡിഗ്രി ആണെങ്കിൽ എന്താണ്, നെഗറ്റീവ് എറർ വോൾട്ടേജ്. അപ്പോൾ പോസിറ്റീവ് എററിൻ്റെയും നെഗറ്റീവ് എറർ വോൾട്ടേജിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമുക്ക് 0 എറർ വോൾട്ടേജ് വരിക. അത് 90 ഡിഗ്രിയിലാണ് പോസിബിൾ ആവുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് എക്സാമ്പിൾ, ഇലക്ട്രോണിക് സ്വിച്ച് ടൈപ്പ് ഫേസ് ഡിറ്റക്ടർ എന്ന് പറയും അല്ലേ. ഇലക്ട്രോണിക് സ്വിച്ച് ടൈപ്പ് ഫേസ് ഡിറ്റക്ടർ എന്ന് പറയും. അടുത്തതാണ് ബാലൻസ്ഡ് മോഡുലേറ്റർ ടൈപ്പ്. ബാലൻസ്ഡ് മോഡുലേറ്റർ ടൈപ്പ് ഫേസ് ഡിറ്റക്ടറാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഇതിന് ഓൾറെഡി ഗിൽബർട്ട് മൾട്ടിപ്ലയർ എന്ന് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ബേസിക്കലി നമ്മൾ 6 ട്രാൻസിസ്റ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്, 6 ട്രാൻസിസ്റ്റേഴ്സ്. ഓക്കെ, ഈ 6 ട്രാൻസിസ്റ്ററിൻ്റെയും ഓൺ ഓഫ് കണ്ടീഷൻ അനുസരിച്ചാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇനീഷ്യൽ ഇൻപുട്ടുകൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഇൻപുട്ട് ഞാൻ ട്രാൻസിസ്റ്റർ Q1ലേക്കും
സെക്കൻഡ് ഇൻപുട്ട് ഞാൻ ട്രാൻസിസ്റ്റർ Q2ലേക്കും അപ്ലൈ ചെയ്യും. ട്രാൻസിസ്റ്റർ Q1ലേക്കും ട്രാൻസിസ്റ്റർ Q2ലേക്കാണ് നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലേ. ഇതനുസരിച്ച് Q3 Q4 Q1 Q2ൻ്റെ വാല്യൂ അനുസരിച്ച് Q3 Q4 Q5 Q6 ടേൺ ഓൺ ആവാം, ടേൺ ഓഫ് ആവാം. അതിനനുസരിച്ചാണ് എനിക്ക് ഇവിടെ വോൾട്ടേജ് കിട്ടുക. എറർ വോൾട്ടേജ് എന്ന് പറയും VE. ഈ എറർ വോൾട്ടേജിൻ്റെ ബേസിലാണല്ലോ നമ്മൾ വേവ് ഫോം നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന Q1ലേക്കും Q2ലേക്കും അപ്ലൈ ചെയ്യുന്നത് ഒരേപോലെ പോസിറ്റീവ് വോൾട്ടേജ് ആണെങ്കിൽ നമുക്കിവിടെ ഒരു നെഗറ്റീവ് എറർ വോൾട്ടേജ് ആണ് കിട്ടുക. നെഗറ്റീവ് എറർ വോൾട്ടേജ് നമ്മൾ നേരത്തെ ഫിഗറിൽ പറഞ്ഞിരുന്നു. ഫസ്റ്റിലേക്ക് നമ്മൾ പോസിറ്റീവും Q1ലേക്ക് പോസിറ്റീവും അതുപോലെ Q2ലേക്ക് നെഗറ്റീവാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത്, അപ്പോൾ VI V ഔട്ട് എന്ന് എഴുതിയത് കേട്ടോ, അത് രണ്ടും VI ആണ്, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ രണ്ടും അതിൽ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് എറർ വോൾട്ടേജ് കിട്ടും. സെയിം വേ നമുക്ക് ഫസ്റ്റ് ഇൻപുട്ട് നെഗറ്റീവും സെക്കൻഡ് ഇൻപുട്ട് പോസിറ്റീവും ആണെങ്കിൽ എനിക്ക് പോസിറ്റീവ് കിട്ടും. രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? നെഗറ്റീവ് കിട്ടും. അപ്പോൾ എന്താണ് നെഗറ്റീവ് വരെയുള്ള കണ്ടീഷൻ? വെൻ ബോത്ത് ദി ഇൻപുട്ട്സ് ആർ പോസിറ്റീവ് ഓർ ബോത്ത് ദി ഇൻപുട്ട്സ് ആർ നെഗറ്റീവ്, നമുക്ക് കിട്ടുന്ന എറർ വോൾട്ടേജ് നെഗറ്റീവ് ആയിരിക്കും. രണ്ടും ഡിഫറൻ്റ് ആണെങ്കിൽ Q1ലേക്ക് അപ്ലൈ ചെയ്യുന്നതും Q2ലേക്ക് അപ്ലൈ ചെയ്യുന്നതും ഇൻപുട്ട് ഡിഫറൻ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് എറർ വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. ഇലക്ട്രോണിക് സ്വിച്ച് ടൈപ്പിലും അതുപോലെ ബാലൻസ് മോഡുലേറ്ററിലും എങ്ങനെയാണ് നമുക്ക് എറർ വോൾട്ടേജ് ജനറേഷൻ കിട്ടുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പോസിബിൾ ആവുന്നത് വളരെ സിമ്പിളായിരിക്കുന്ന ഫേസ് ഡിറ്റക്ടറാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഫേസ് ഡിറ്റക്ടറിൻ്റെ പ്രത്യേകത ഇത് XOR ഗേറ്റ് ആണ്. നമുക്ക് ഓൾറെഡി XOR ഗേറ്റ് അറിയാം. XOR ഗേറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന രണ്ട് ഇൻപുട്ട്, ഒന്ന് FSഉം ഒന്ന് F-ഔട്ടും ആണ്. അപ്പോൾ എങ്ങനെയാണ് ബേസിക്കലി ഒരു 2 ഇൻപുട്ട് XOR ഗേറ്റ് വർക്ക് ചെയ്യാം? രണ്ട് ഇൻപുട്ടും ലോവർ ആണെങ്കിൽ അതുപോലെ രണ്ട് ഇൻപുട്ടും ഹയർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താ? ഇഫ് ബോത്ത് ദി ഇൻപുട്ട്സ് ആർ ലോ വി ഗെറ്റ് 0. ഇഫ് ദ ഇൻപുട്ട്സ് ആർ ഡിഫറൻറ്റ് വി ഗെറ്റ് 1. അപ്പോൾ നമ്മളിപ്പോൾ ബാലൻസ് മോഡുലേറ്ററിൽ പറഞ്ഞ അതേപോലെ അല്ലേ, രണ്ട് ഇൻപുട്ടും 0 എന്ന് പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് എന്ന് പറയാം, നെഗറ്റീവ് എന്ന് പറയാം. രണ്ട് ഇൻപുട്ടും നെഗറ്റീവ് ആണെങ്കിൽ എനിക്ക് 0 കിട്ടും. രണ്ട് ഇൻപുട്ടും പോസിറ്റീവ് ആണെങ്കിൽ എനിക്ക് 0 കിട്ടും. രണ്ടും ഡിഫറൻ്റ് ആണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? പ്രാക്ടിക്കലി 1 കിട്ടും. ഇതന്നെയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ അല്ലേ. രണ്ടും ഡിഫറൻ്റ് ആണെങ്കിൽ പോസിറ്റീവ് ഔട്ട്പുട്ടും രണ്ടും സെയിം ആണെങ്കിൽ നെഗറ്റീവ് ഔട്ട്പുട്ടും. അപ്പോൾ ഇതേ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഡിജിറ്റൽ ഫേസ് ഡിറ്റക്ടറായ XOR ഗേറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനറേറ്റ് ചെയ്യാൻ പറ്റും. സെയിം വേ ഇതേ കോൺസെപ്റ്റ് നമുക്ക് SR ലാച്ചിലും ജനറേറ്റ് ചെയ്യാം. ലാച്ചിൻ്റെ പ്രിൻസിപ്പിളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, നമ്മൾ ഡിജിറ്റലിൽ പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ SR ലാച്ച് വെച്ചിട്ട് നമുക്കിവിടെ നോ ചേഞ്ച് കണ്ടീഷൻ വരാം, ഇൻവാലിഡ് കണ്ടീഷൻ വരാം, എന്താ പറയുക Q= സെറ്റ് കണ്ടീഷൻ വരാം, റീസെറ്റ് കണ്ടീഷൻ വരാം. അപ്പോൾ ഇതും അതേ കണ്ടീഷൻ തന്നെ വരിക. രണ്ട് ഇൻപുട്ടും ലോ ആണെങ്കിൽ രണ്ട് ഇൻപുട്ടും ഹൈ ആണെങ്കിലും നമുക്ക് കിട്ടുന്ന എന്താണ്? നെഗറ്റീവ് ഔട്ട്പുട്ട് കിട്ടും. രണ്ട് ഇൻപുട്ടും ഡിഫറൻ്റ് ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് ഔട്ട്പുട്ട് കിട്ടും. ഈ രീതിയിൽ തന്നെയാണ് ഒരു SR ലാച്ച് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ SR ലാച്ച് വെച്ചിട്ട് നമുക്ക് ഒരു ഫേസ് ഡിറ്റക്ടർ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 4 ഫേസ് ഡിറ്റക്ടർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു, നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇമ്പോർട്ടൻറ്റ് ഡെഫിനേഷൻസ് ഓഫ് PLL. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫ്രീ റണ്ണിങ് സ്റ്റേറ്റ് എന്താണെന്ന് പറഞ്ഞു. നമുക്കിനി 2 സ്റ്റേറ്റാണ് ഒരു PLLൻ്റെ ഡെഫിനേഷനായിട്ട് പറയാനുള്ളത്. അതിലൊന്നാണ് ലോക്ക് റേഞ്ച്, ഒന്നാണ് ക്യാപ്ചർ റേഞ്ച്. ലോക്ക് റേഞ്ചും ക്യാപ്ചർ റേഞ്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ വെച്ച് നമുക്ക് ലോക്ക് റേഞ്ച് പറയാം. ലോക്ക് റേഞ്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ലോക്ക് റേഞ്ച്. അപ്പോൾ വെൻ PLL ഈസ് ഇൻ ലോക്ക് ഇറ്റ് ക്യാൻ ട്രാക്ക് ഫ്രീക്വൻസി ചേഞ്ചസ് ഇൻ ദി ഇൻകമിങ് സിഗ്നൽ. അപ്പോൾ PLL ലോക്ക് കണ്ടീഷൻ ആണെങ്കിൽ നമുക്കതിലെ ചേഞ്ചസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ഓവർ വിച്ച് PLL can maintain lock with incoming signal is called lock range or tracking range of PLL. അപ്പോൾ എന്താണ്? The range of frequencies over which PLL can maintain lock. PLL ഒരു ലോക്കിനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോക്ക് റേഞ്ച്. സോ ഇറ്റ് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ആസ് percentage of F0, the VCO frequency. Under the lock condition there may be no phase difference or constant phase difference between signal. ഒന്നെങ്കിൽ നമുക്ക് ഫേസ് ഡിഫറൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഒരു കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ആണ് നമുക്ക് വരിക. അപ്പോൾ ഈ ഒരു വേർഡിങ് ഓർത്ത് വയ്ക്കുക. ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ഓവർ വിച്ച് ദ PLL ക്യാൻ മെയിൻറ്റെയിൻ ലോക്ക് ഈസ് കോൾഡ് ലോക്ക് റേഞ്ച്. സെയിം വേ എന്താണ് ക്യാപ്ചർ റേഞ്ച് എന്ന് ചോദിക്കാം. ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ഓവർ വിച്ച് PLL ക്യാൻ അക്വയർ ലോക്ക് വിത്ത് ആൻ ഇൻപുട്ട് സിഗ്നൽ ഈസ് കോൾഡ് ക്യാപ്ചർ റേഞ്ച്. ഇതേപോലെ തന്നെയാണ് PSCക്ക് ചോദിക്കുക. ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ഓവർ വിച്ച്
ദ PLL ക്യാൻ അക്വയർ ലോക്ക് ഈസ് കോൾഡ് ക്യാപ്ചർ റേഞ്ച്, ലോക്ക് റേഞ്ച് അല്ലേ, ഫ്രീ റണ്ണിങ് റേഞ്ച്, നൺ ഓഫ് ദിസ്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ക്യാപ്ചർ റേഞ്ച്. അപ്പം മെയിൻറ്റെയിൻ എന്നുള്ള വേർഡ് ഓർത്ത് വയ്ക്കുക, അത് ലോക്ക് റേഞ്ചും അക്വയർ എന്നുള്ള വേർഡ് ഓർത്ത് വയ്ക്കുക. ക്യാപ്ചർ രണ്ടും ഡിഫറൻ്റ് ആണ് അല്ലേ. ഓക്കെ, സോ ദ റേഞ്ച് ഓഫ് ഇൻപുട്ട് ഫ്രീക്വൻസീസ് അറൗണ്ട് ദി VCO സെൻറ്റർ ഫ്രീക്വൻസി ഓൺ ടു വിച്ച് ദ ഔട്ട്പുട്ട് ലോക്ക് വെൻ സ്റ്റാർട്ടിങ് ഫ്രം അൺലോക്ക്ഡ് കണ്ടീഷൻ. അപ്പോൾ ഒന്ന് ലോക്ക്ഡ് കണ്ടീഷനിലേക്ക് പോകുന്ന സ്റ്റേറ്റ് ആണ്, ഒന്ന് ലോക്ക്ഡ് സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റേജാണ് അല്ലേ. ലോക്ക് റേഞ്ച് ഒന്ന് അക്വയർ ചെയ്യുന്ന സ്റ്റേജാണ്. ഇറ്റ് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ് ഓഫ് F0. അപ്പോൾ ഓർത്ത് വെച്ചാൽ മതി, ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കും. ക്യാപ്ചർ റേഞ്ച് എന്താണ്, ലോക്ക് റേഞ്ച് എന്താണ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മൾ PLLന് വേണ്ടി യൂസ് ചെയ്യുന്ന ബേസിക് IC ഉണ്ട്, IC 565. ഒരു മോണോലിത്തിക് PLL ICയെ കുറിച്ചും കൂടി പറയാം. നമ്മൾ VCO ICയെ കുറിച്ച് പറഞ്ഞിരുന്നു, അതേപോലെ തന്നെയാണ് PLL IC. അപ്പോൾ ബേസിക്കലി PLL ICയെ കുറിച്ച് നമുക്ക് പറയാം മോണോലിത്തിക് PLL ആർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സിഗ്നറ്റിക്സ് എന്നുള്ള കമ്പനിയുടെ IC പാക്കേജ് തന്നെയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. SC/NE 560 എന്നാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. XC/NE 560 സീരീസ് ആൻഡ് നാഷണൽ സെമി കണ്ടക്ടേഴ്സ് ആസ് LM 560 സീരീസ്. അപ്പോൾ ഈ 560 സീരീസ് ഒക്കെ ബേസിക്കലി എന്താണ്, നമ്മൾ ഫേസ് ലോക്ക്ഡ് ലൂപ്പിനാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്ക്, ദ SC/NE 560 സീരീസ് ഇൻക്ലൂഡ് SC/NE 560, 561, 562, 564, 565 ആൻഡ് 567. എന്തുകൊണ്ട് നമ്മൾ 566 യൂസ് ചെയ്യുന്നില്ല? 566 ഓൾറെഡി നമ്മൾ VCOയ്ക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ 560, 61, 62, 64, 65, 67 ഇത്രയും IC വേരിയൻറ്റുകൾ എന്തിനു വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നത്? നമ്മൾ PLLന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ഇതിൽ ഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ, ദീസ് ICs ആർ ഡിഫർ മെയിൻലി ഇൻ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി റേഞ്ച്, പവർ സപ്ലൈ റിക്വയർമെൻറ്റ്, ഫ്രീക്വൻസി ബാൻഡ് വിഡ്ത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് റേഞ്ചസ് എക്സെട്ര. ഇത്രയും മാറ്റം ഉണ്ടാവുള്ളൂ. സോ IC 565 is available in 14 pin DIP package and 10 pin മെറ്റൽ ക്യാൻ പാക്കേജ് കോൺഫിഗറേഷൻ. എന്താണ് മെറ്റൽ ക്യാൻ പാക്കേജ്? നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ 14 പിന്നുള്ള ഡിപ്പ് പാക്കേജ്, ഇവിടെ 7 പിന്നും ഇവിടെ 7 പിന്നും ഇതിൽ ഡിസൈൻ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് 10 പിന്നുള്ള മെറ്റൽ ക്യാൻ പാക്കേജ്, ഇതുപോലത്തെ റൗണ്ട് പാക്കേജിലും IC 565 ഡിസൈൻ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ബേസിക്കലി ഇങ്ങനെയാണ് നമ്മൾ ഈ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഫിഗറാണ് അതിൻ്റെ പിൻ ഔട്ട് എന്ന് പറയുന്നത്. 14 പിന്നുണ്ട്, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന 10 പിന്നാണ്. 14, 13, 12, 11 നോ കണക്ഷനാണ്. അപ്പോൾ നമ്മൾ അതാ ഓൾറെഡി പറഞ്ഞത്. മോണോലിത്തിക് പാക്കേജിലാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ മെറ്റൽ ക്യാൻ പാക്കേജിലാണെങ്കിൽ നമുക്ക് 10 പിന്ന് യൂസ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ നമ്മൾ 14 പിന്ന് ബേസിക്കലി യൂസ് ചെയ്യും. അതിൽ ഫസ്റ്റ് പിന്ന് -VCC ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, നെഗറ്റീവ് VCC. സെക്കൻഡ് പിന്ന് ഡിറ്റക്ടർ ഇൻപുട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു IC 560 ഒരു ഫേസ് ഡിറ്റക്ടർ വരുന്നുണ്ട്. ഈ ഫേസ് ഡിറ്റക്ടറിൻ്റെ 2 ഇൻപുട്ടാണ് പിൻ നമ്പർ 2ഉം പിൻ നമ്പർ 3ഉം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടോ, പിൻ നമ്പർ 2ഉം പിൻ നമ്പർ 3ഉം ഈ ഫേസ് ഡിറ്റക്ടറിൻ്റെ ഇൻപുട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. പിൻ നമ്പർ 4 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ പിൻ നമ്പർ 4 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിൻ നമ്പർ 5 എന്ന് പറയുന്നത് ഫേസ് ഡിറ്റക്ടർ VCO ഇൻപുട്ട്. ഈ അതായത് നമ്മൾ ഫേസ് ഡിറ്റക്ടറിലേക്ക് അപ്ലൈ ചെയ്യുന്ന VCO ഇൻപുട്ടാണ് ബേസിക്കലി പിൻ നമ്പർ 5 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിൻ നമ്പർ 6 എന്ന് പറയുന്നത് നിങ്ങളിവിടെ ഒരു ലോ നോയ്സ് ആംപ്ലിഫയർ അല്ലെങ്കിൽ എറർ ആംപ്ലിഫയർ ഉണ്ട്. ആ എറർ ആംപ്ലിഫയറിൻ്റെ റെഫറൻസ് ഔട്ട്പുട്ടാണ് പിൻ നമ്പർ 6. അതുപോലെ പിൻ നമ്പർ 7 എന്ന് പറഞ്ഞാൽ VCO കൺട്രോൾ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്ററിൻ്റെ കൺട്രോൾ വോൾട്ടേജ് ആണ് 7 എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൺട്രോൾ വോൾട്ടേജ് എന്താണെന്നൊക്കെ. പിൻ നമ്പർ 8 എന്ന് പറഞ്ഞാൽ ടൈമിംഗ് റെസിസ്റ്ററും പിൻ നമ്പർ 9 എന്ന് പറഞ്ഞാൽ ടൈമിംഗ് കപ്പാസിറ്ററുമാണ്, R1 C1 അല്ലേ. 10 പ്ലസ് VCC, -VCC ബേസിക്കലി ഗ്രൗണ്ടഡ് ആണെന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇതാണ് ബേസിക്കലി അതിൻ്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രം വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മളൊരു ഫേസ് ഡിറ്റക്ടർ കണക്ട് ചെയ്യുന്നുണ്ട്. ഫേസ് ഡിറ്റക്ടറിലേക്ക് പിൻ നമ്പർ 2ൽ നിന്നും 3ൽ നിന്നും നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഒരു നേരെ എറർ ആംപ്ലിഫയറിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇതിന് മുന്നേ നമ്മൾ ഒരു VCO ഇൻപുട്ടും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് പിൻ നമ്പർ 5 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഈ എറർ ആംപ്ലിഫയർ നമ്മൾ ഔട്ട്പുട്ട് പുറത്തെടുക്കുന്നത് ഒരു കോൺസ്റ്റൻറ്റ് റെസിസ്റ്റൻസ് 3.6K വഴി റെഫറൻസ് ഔട്ട്പുട്ട് പുറത്തെടുക്കും. അതുപോലെ പിൻ നമ്പർ 6 വഴി ഡിമോഡുലേറ്റഡ് ഔട്ട്പുട്ട് പുറത്തെടുക്കും. പിൻ നമ്പർ 7ഉം 10ഉം ഒരു കപ്പാസിറ്റർ വഴി ഇൻ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, അതാണ് C. അതൊക്കെ എന്താണെന്ന് നമുക്ക് പറയാം. VCO നമുക്കിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. VCOൻ്റെ ബേസിക് ഔട്ട്പുട്ട് ഇവിടെ VCO ഔട്ട്പുട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു കോൺസ്റ്റൻറ്റ് റെസിസ്റ്റർ വഴി നമ്മൾ സപ്ലൈ കൊടുക്കുന്നുണ്ട്. അതുപോലെ പിൻ നമ്പർ 9
ഇവിടെ കൊടുത്തിരിക്കുന്ന ടൈമിംഗ് കപ്പാസിറ്ററാണ് പിൻ നമ്പർ 9. 8 ഓൾറെഡി ഇവിടെ ടൈമിംഗ് റെസിസ്റ്റർ എന്ന് പറഞ്ഞു. നമ്മൾ നെഗറ്റീവ് VCCയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി ഇതിൻ്റെ കണക്ഷൻ അറേഞ്ച്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് നോക്കാം. ദ ബ്ലോക്ക് ഡയഗ്രം ഓഫ് IC565 കൺസിസ്റ്റ് ഓഫ് ഫേസ് ഡിറ്റക്ടർ, ആംപ്ലിഫയർ, ലോ പാസ് ഫിൽട്ടർ ആൻഡ് VCO. ദ PLL ലൂപ്പ് ഈസ് നോട്ട് ഇൻറ്റേർണലി കണക്റ്റഡ്. അപ്പോൾ നമ്മൾ നോർമലി VCOൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്യാറുണ്ട്? ഫേസ് ഡിറ്റക്ടറിലേക്ക് കണക്ട് ചെയ്യാറുണ്ട്. സോ ദ PLL loop is not internally connected, therefore it is necessary to connect the output of VCO to the phase comparator input. അപ്പോൾ 4ഉം 5ഉം നമ്മൾ എക്സ്റ്റേണലി കണക്ട് ചെയ്യാനുള്ള കാരണം ഈ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് കിട്ടാനാണ്. 4ഉം 5ഉം നമ്മൾ എക്സ്റ്റേണലി കണക്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാം അല്ലേ? യെസ്. അതിനുള്ള റീസൺ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് കിട്ടാനാണ്. ഇൻ ഫ്രീക്വൻസി മൾട്ടിപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ എ ഡിജിറ്റൽ ഫ്രീക്വൻസി ഡിവൈഡർ ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ലൂപ്പ് ദാറ്റ് ഈസ് ബിറ്റ്വീൻ പിൻ നമ്പർ 4 and 5. അപ്പോൾ ഓൾറെഡി നമ്മളിതിൻ്റെ ഫേസ് ലോക്ക്ഡ് ലൂപ്പിൻ്റെ ബേസിക് കണ്ടീഷൻസ് പറഞ്ഞു. അപ്പോൾ ഈ IC565ൻ്റെ ബേസിൽ നമുക്ക് 3 ബേസിക് ഇക്വേഷൻ പഠിക്കാനുണ്ട്. വാട്ട് ഈസ് മീൻ ബൈ സെൻറ്റർ ഫ്രീക്വൻസി, വാട്ട് ഈസ് മീൻ ബൈ ലോക്ക് റേഞ്ച് ഫ്രീക്വൻസി ആൻഡ് വാട്ട് ഈസ് മീൻ ബൈ ക്യാപ്ചർ റേഞ്ച് ഫ്രീക്വൻസി. അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മൾ നോർമൽ ക്ലാസ്സിൽ ഇതൊക്കെ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഇക്വേഷൻസ് പഠിക്കാം. അപ്പോൾ എന്താണ് സെൻറ്റർ ഫ്രീക്വൻസി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ സെൻറ്റർ ഫ്രീക്വൻസി ഓഫ് PLL ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി ഓഫ് VCO ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ, ഇതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, 1.2 ഡിവൈഡഡ് ബൈ 4 × R1C1. ഇങ്ങനെയാണ് നമ്മൾ സെൻറ്റർ ഫ്രീക്വൻസി റെപ്രസെൻറ്റ് ചെയ്യുക. അതിൻ്റെ യൂണിറ്റ് എന്താണ്? ഹേർട്സ് ആണ്. R1 and C1 ആർ ദി എക്സ്റ്റേണൽ കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റർ കണക്റ്റഡ് ടു പിൻ നമ്പർ 8 and 9. ഈ R1ഉം C1ഉം നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിൽ നമുക്ക് കാണാം. ആ റെസിസ്റ്ററിൻ്റെയും കപ്പാസിറ്റിൻ്റെയും വാല്യൂ ആണ് നമുക്കിവിടെ ഈ F0 എന്നുള്ള സെൻറ്റർ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക, ഒബ്ജക്റ്റീവിൽ ചോദിക്കാറുണ്ട്. ദ ലോക്ക് റേഞ്ച്, അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് ലോക്ക് റേഞ്ച്. ലോക്ക് റേഞ്ചിൻ്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ സ്പെസിഫൈ ചെയ്യും ഈ 565 IC വെച്ചിട്ട്. ദ ലോക്ക് റേഞ്ച് ഫോർ IC565 PLL ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ ലോക്ക് റേഞ്ച് ഈക്വൽ ടു ±7.84 × F0/V. ചിലപ്പോൾ അത് 8 × F0/V എന്നും കൊടുക്കാറുണ്ട്. എക്സാക്ട് വാല്യൂ നമ്മൾ പറയുകയാണെങ്കിൽ 7.84 F0/V ആണ്. നമ്മളിപ്പോൾ ഓൾറെഡി ഒരു കൺവേർഷൻ ഫാക്ടർ പറഞ്ഞപ്പോൾ 8 എന്നുള്ള പാരാമീറ്റർ എടുത്തിരുന്നത്. F0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി ഓഫ് VCO. ഓൾറെഡി നമ്മൾ പറഞ്ഞു F0 എന്താണെന്ന്. V എന്ന് പറഞ്ഞാൽ ബേസിക്കലി +V -V ആണ്. അതായത് മാക്സിമം വോൾട്ടേജ് 5ഉം മിനിമം വോൾട്ടേജ് -5ഉം ആണെങ്കിൽ 5 - -5 10 വോൾട്ടാണ്. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മുടെ വേവ് ഫോം എങ്കിൽ ഇതിൽ എന്താണ് വീൻ്റെ വാല്യൂ? ഇത് 10 - 10 ആണെങ്കിൽ 20 വോൾട്ടാണ് നമ്മളെടുക്കുന്ന V. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇങ്ങനെയാണ് ലോക്ക് റേഞ്ച് കണ്ടുപിടിക്കുന്നത്. സെയിം വേ നമ്മൾ ക്യാപ്ചർ റേഞ്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ ദിസ് ഇസ് കോൺസ്റ്റൻറ്റ് വാല്യൂ ∆FC = ∆FL / 2π × RC (1/2 എന്ന് പറഞ്ഞാൽ റൂട്ടാണ്. ഈ ആറിൻ്റെയും സിൻ്റെയും വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. FL എന്ന് പറഞ്ഞാൽ ലോക്ക് റേഞ്ച് ആണ്. പൈൻ്റെ വാല്യൂ 3.14, R കോൺസ്റ്റൻ്റ് ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. നിങ്ങൾ ഈ ഫിഗറിൽ R കണ്ടിട്ടുണ്ടാവും അല്ലേ? R നിങ്ങൾക്ക് ഇവിടെ കാണാം സ്പെസിഫിക് ആയിട്ട്. 3.6 കിലോ ഓം ആണ് Rൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് 3.6 × 10⁻³ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. C എന്നുള്ളത് നമ്മളിവിടെ കൊടുക്കുന്ന കപ്പാസിറ്ററിൻ്റെ വാല്യൂ, അതിനനുസരിച്ചാണ് നമ്മൾ ക്യാപ്ചർ ഫ്രീക്വൻസി ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് 3 ഫോർമുലാസ്. ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. ഇനി നമുക്കൊരു കേസും കൂടി പറയാനുണ്ട്. വാട്ട് ആർ ദി വേരിയസ് ആപ്ലിക്കേഷൻ ഓഫ് PLL. അപ്പോൾ ജസ്റ്റ് ഞാൻ ആപ്ലിക്കേഷൻസ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം മാത്രമേ പറയുള്ളൂ, ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ഒരുപാട് ആപ്ലിക്കേഷൻസിൽ നമ്മൾ PLL യൂസ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് ആപ്ലിക്കേഷനാണ് ഫ്രീക്വൻസി മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മൾ നോർമലി വരച്ചിരിക്കുന്ന ഒരു PLL ആണ്. ഫേസ് കമ്പാരേറ്റർ, ആംപ്ലിഫയർ, ലോ പാസ് ഫിൽട്ടർ, VCO അല്ലേ? ഇതിന് ഇതാണ് ബേസിക്കലി നമുക്ക് ഉണ്ടാവുന്ന ഒരു സർക്യൂട്ട്, PLL സർക്യൂട്ട്. ഇതിൽ നമ്മൾ അഡീഷണലി ഡിവൈഡഡ് ബൈ N നെറ്റ്വർക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു ഡിവൈഡഡ് ബൈ N നെറ്റ്വർക്ക് ഫ്രീക്വൻസി ഡിവൈഡർ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഫ്രീക്വൻസി മൾട്ടിപ്ലയർ, അപ്പോൾ ഡിവൈഡഡ് ബൈ 5 ആണെങ്കിൽ നമുക്ക് ×5 എന്നുള്ള ഫ്രീക്വൻസി മൾട്ടിപ്ലയർ എന്ത് ചെയ്യാൻ പറ്റും? ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇങ്ങനെയാണ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ നമ്മൾ പറയുന്നത്. സെക്കൻഡ് ആപ്ലിക്കേഷനാണ് ഫ്രീക്വൻസി ട്രാൻസ്ലേഷൻ, അതായത് ഫ്രീക്വൻസിയെ ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ബേസിക്കലി നമുക്കുള്ള PLL ആണ് നമുക്കിവിടെ ഡോട്ടഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ PLLൻ്റെ പുറമെ അഡീഷണലി നമ്മളൊരു ഡിവൈഡറിന് പകരം മൾട്ടിപ്ലെയറും ഒരു ലോ പാസ് ഫിൽറ്ററും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോസസ്സ് ഓഫ് ആപ്ലിക്കേഷൻ നമുക്ക് എന്ത് പറയാം? ഫ്രീക്വൻസി ട്രാൻസ്ലേഷൻ എന്ന് പറയാം. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഫിഗർ നിങ്ങൾക്ക് മൈൻഡിൽ ഉണ്ടായാൽ മതി. ഒബ്ജക്റ്റീവ് ചെയ്യാൻ ഇത്രേ ആവശ്യമുള്ളൂ. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് AM ഡീമോഡുലേഷൻ ആണ്. AM ഡീമോഡുലേറ്റർ. അപ്പോൾ എങ്ങനെയാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ,
അപ്പോൾ ഇതാണ് സപ്പോസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എ എം ഇൻപുട്ട്. ഇതുപോലെയാണല്ലോ എ എം ഇൻപുട്ട് വരിക. ഇതാണ് എ എം ഇൻപുട്ട് അല്ലേ. ഇതാണ് സപ്പോസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എ എം ഇൻപുട്ട് എങ്കിൽ ഈ എ എം ഇൻപുട്ടിനെ നമുക്ക് എന്ത് ചെയ്യണം, ഡീമോഡുലേറ്റ് ചെയ്തിട്ട് എന്താക്കണം, ഒറിജിനൽ മോഡുലേറ്റിംഗ് സിഗ്നലാക്കി മാറ്റണം. ഇതാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒറിജിനൽ എ എം സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഒറിജിനൽ എ എം സിഗ്നൽ നമ്മൾ ഒരു 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്ററിലേക്ക് അപ്ലൈ ചെയ്യും അല്ലേ. അതുപോലെ നമ്മൾ ഒരേപോലെ പി എൽ എല്ലിലേക്കും അപ്ലൈ ചെയ്യും. ഈ രണ്ട് ബ്ലോക്കും കൂടിയും ചെന്ന് ചേരുന്നത് മൾട്ടിപ്ലെയറിലേക്കാണ്. അപ്പോൾ മൾട്ടിപ്ലെയർ ആക്ച്വലി ചെയ്യുന്ന കാര്യം 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലായിരിക്കുന്ന എ എമ്മിനെയും ഫേസ് ലോക്കഡ് ലൂപ്പിൻ്റെ ഔട്ട്പുട്ടായ എ എമ്മും കൂടി മൾട്ടിപ്ലെയർ സെപ്പറേറ്റ് ചെയ്യാം. ഈ സെപ്പറേറ്റ് ചെയ്തതിൽ നിന്ന് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള മോഡുലേറ്റീവ് സിഗ്നലിൻ്റെ അൺവാണ്ടഡ് എറേഴ്സിനൊക്കെ ലോ പാസ് ഫിൽറ്റർ വെച്ച് റിമൂവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു ഡീമോഡുലേറ്റഡ് ഔട്ട്പുട്ട് ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ഈ രണ്ടാമത്തെ ഫിഗർ ആയിരിക്കും എനിക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. അപ്പോൾ ഇതാണ് എ എം മോഡുലേറ്റർ. സെയിം വേ നമുക്ക് എഫ് എം ഡിറ്റക്ടറിൽ യൂസ് ചെയ്യാം. എഫ് എം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വേവ് ഫോമൊക്കെ ഓൾറെഡി അറിയാം. എഫ് എമ്മിൻ്റെ എങ്ങനെ വരിക, ഇതാണ് സപ്പോസ് എഫ് എമ്മിൻ്റെ വേവ് ഫോം. പോസിറ്റീവ് നെഗറ്റീവ്, വീണ്ടും പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ. അപ്പോൾ ഈ ഒരു എഫ് എം സിഗ്നലാണ് നമ്മൾ ഫേസ് ഡിറ്റക്ടറിലേക്ക് കണക്ട് ചെയ്യുന്നത് അല്ലേ. ബേസിക് ആയിട്ടുള്ള ഫേസ് ഡിറ്റക്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന ഇതാണ്. ഈ ഫേസ് ഡിറ്റക്ടറിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു ലോ പാസ് ഫിൽറ്ററിലേക്ക് കണക്ട് ചെയ്യും. അതുപോലെ ഈ ഫേസ് ഡിറ്റക്ടർ ഒരു ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യും. ഇത് നമ്മൾ തിരിച്ചൊരു വി സി ഒയിലേക്ക് കണക്ട് ചെയ്യും. ഈ വി സി ഒ ഔട്ട്പുട്ടും, അപ്പോൾ വി സി ഒയിൽ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന ഒരു ഫ്രീക്വൻസി സെറ്റ് ചെയ്ത് വെച്ചു. ഫേസ് ഡിറ്റക്ടറിൽ നമ്മൾ എഫ് എം കണക്ട് ചെയ്തു. എഫ് എമ്മും ഈ വി സി ഒയും കൂടി കമ്പയർ ചെയ്തിട്ട് ഒരു എറർ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. ആ എറർ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വൽ എഫ് എം മോഡുലേറ്റിംഗ് സിഗ്നലായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഫ് എം ഡിറ്റക്ടർ ചെയ്യുന്നത്. എഫ് എം ഡിറ്റക്ടറിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.